അമ്മയുടെ ജന്മദിനത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ അമൃതപുരി. മനുഷ്യന് പ്രാർത്ഥനയ്ക്കൊപ്പം പ്രയത്നവും ആവശ്യമാണെന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിന സന്ദേശം. ദുഃഖിക്കുന്ന മനുഷ്യരെ സേവിക്കുന്നതാണ് ഈശ്വരപൂജയെന്നും അമ്മ പറഞ്ഞു. അമൃതാനന്ദമയി ദേവിയുടേത് സ്വയം സമർപ്പിത ജീവിതമെന്ന് കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ മഠവുമായി ചേർന്ന് കേന്ദ്രം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരാണ് അമ്മയ്ക്ക് ആശംസയുമായി എത്തിയത്. അമ്മയുടെ സാന്നിധ്യത്തിൽ അമൃതകീർത്തി പുരസ്കാരം നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥന് നദ്ദ സമർപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിലും പക്ഷേ സമൂഹത്തിൽ മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. വിവാഹമോചനം നമുക്ക് തന്നെ അറിയണം, പറയേണ്ട ആവശ്യമില്ല. അതുപോലെ വിഷാദ രോഗങ്ങൾ, ആത്മഹത്യ, കൊലപാതകം, ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള 5 ലക്ഷ്യങ്ങൾ നമുക്ക് സഫലീകരിക്കേണ്ടത്. ഒന്നാമത്തെ ഉപജീവനം, സമ്പത്ത്, പണം, പദവി, സുഖസൗകര്യങ്ങൾ ഇപ്പം നേടുന്നതിനുള്ള അറിവും പരിശീലനം ആയിരിക്കണം വിദ്യാഭ്യാസം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ശരീരമായ ആരോഗ്യത്തിനും ആവശ്യത്തിനും നൽകുന്ന അതേ പ്രാധാന്യം സ്വഭാവ സംസ്കരണത്തിന് നമ്മൾ നൽകിയിരിക്കുന്നതായിരിക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ രണ്ടാമത്തെ ശരീരമായ നമ്മൾ ആരോഗ്യപൂർണ്ണമായ ശരീരവും വികാരവിചാരങ്ങളിലുള്ള പക്വതയും വേഗവും നടത്താൻ സഹായിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രകൃതിയോടും ഈശ്വരനോടും ഉള്ള സ്നേഹവും കൃതജ്ഞതയും നമ്മൾ കാരുണ്യവും ഉള്ളവരായി വളർത്താൻ അതിന് സഹായിക്കുന്നതായിരിക്കണം എന്നാണ്. സ്വന്തം വീടിനോടും കുടുംബാംഗങ്ങളോടും മാത്രമല്ല സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും പ്രകൃതിയുമുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ പ്രാപ്തരാക്കാൻ ആയിരിക്കണം പിന്നുള്ളത്. രണ്ടാമത് അവനവനാ കഴിയുന്ന അത്ര സമൂഹ പ്രവർത്തനം ചെയ്യാനും നിസ്വാർത്ഥ സേവനം ചെയ്യാനും ഉൾപ്രേരണ നൽകുന്നതായിരിക്കണം. ആത്മതത്വത്തെപ്പറ്റി ബോധമുണർത്തുന്നതായിരിക്കും. സഹജീവികളുള്ള കാരുണ്യം കാണിക്കുന്നത്. ഞാൻ വേറിട്ടും ഒറ്റയായി നിൽക്കുന്ന വ്യക്തിയല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. We all know that her whole life has been dedicated with unconditional compassion, unconditional love to the society, and dedicated for the society, making the society stronger, empowered. We all know that she has contributed not only to the state of Kerala. Her contribution does not limit only to the state of Kerala. It is not limited only to the Indian nation, but worldwide she has been active as far as social activity is concerned. In the field of health, I have been actively associated with her medical education, and I have been actively associated with her activities related to the medical science. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, അമ്മയുടെ ജന്മദിനത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് അമൃതപുരി. ഇപ്പോഴും അവിടെ ചടങ്ങുകൾ നടക്കുകയാണോ? ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ, വാർത്തകൾ. നീലിമ, ഇവിടെയുള്ള മറ്റ് ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ 2:30 പൂർത്തിയായി. ഇപ്പോൾ നടക്കുന്നത് കലാവിരുന്നും അതോടൊപ്പം തന്നെ അമ്മയെ ദർശിക്കാൻ എത്തിയവർക്കുള്ള ദർശനവും അനുഗ്രഹം നൽകലുമാണ് നടക്കുന്നത്. ആ ചടങ്ങുകൾ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അമ്മ ഈ അമൃതപുരിയിലെ ഈ വേദിയിലേക്ക് എത്തിയത്. വേദിയിലേക്ക് എത്തി അമ്മയുടെ ഗുരുപാദ പൂജ ചടങ്ങ് നടന്നു ആദ്യം. അതിനുശേഷമാണ് അമ്മ പിറന്നാൾ സന്ദേശം നൽകിയത്. പിറന്നാൾ സന്ദേശത്തിൽ ലോകത്തിനാകെ തന്നെയുള്ള നന്മയ്ക്കും ശാന്തിക്കും ഉപകാരപ്പെടുന്ന സന്ദേശം തന്നെയാണ് അമ്മ പങ്കുവെച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ദയ, അതോടൊപ്പം തന്നെ ക്ഷമ, അതോടൊപ്പം തന്നെ ദാനം. ഈ 3 പ്രവർത്തികൾ ഉണ്ടെങ്കിൽ തന്നെ ലോകത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികൾ ആ വിദ്യ
നൽകുമ്പോൾ അതിൽ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് എന്തൊക്കെയാണ്? ഒരാളുടെ ഉപജീവന മാർഗത്തോടൊപ്പം തന്നെ പ്രകൃതിയെയും സമൂഹത്തെയും ആ രാജ്യത്തെയും ലോകത്തെയും എല്ലാം സ്നേഹിക്കാനും പരിപാലിക്കാനും പറ്റുന്ന ഒരു പക്വത ഈ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകണം എന്ന ഒരു സന്ദേശം തന്നെയാണ് അമ്മ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ ദുഃഖിക്കുന്ന ഈ ലോകത്തിപ്പോൾ സന്തോഷിക്കുന്നവരെക്കാൾ ഏറെ ഉള്ളത് ദുഃഖിക്കുന്നവരാണ്. അവരുടെ കണ്ണീരൊപ്പുക, അതാവും ഏറ്റവും വലിയ ആഘോഷം. അതുതന്നെയാവും ഈശ്വരാരാധന എന്നതാണ് അമ്മ മുന്നോട്ട് വെച്ചത്. ഈ ഒരു സന്ദേശം പകർന്നുകൊണ്ടാണ് അമ്മ ഇന്ന് നൽകിയത്. ആ സന്ദേശത്തെ, ആ വാക്കുകളെ 100% അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും തൊട്ടു പിന്നാലെ ജന്മദിനത്തിൻ്റെ ഭാഗമായി വന്നു. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് 300 സൗജന്യ ശസ്ത്രക്രിയകൾ എന്നതാണ്. നിത്യജീവിതം പോലും ബുദ്ധിമുട്ടുന്ന, ജീവൻ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സൗജന്യ ശസ്ത്രക്രിയ അത് 300 പേർക്ക് നൽകും എന്നതിൻ്റെ പ്രഖ്യാപനം വന്നു. അതോടൊപ്പം തന്നെയാണ് 6000 കുടുംബങ്ങൾക്ക്, നിർധന കുടുംബങ്ങൾക്ക് ശൗചാലയം. അത്തരത്തിൽ വളരെ അധികം സേവന പ്രവർത്തനങ്ങൾക്കാണ് അമ്മ ഇന്ന് പ്രഖ്യാപനം കുറിച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മയുടെ ഈ പ്രവർത്തികളെ വാനോളം പുകഴ്ത്തുന്നതായിരുന്നു BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയുടെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകമെമ്പാടും സേവനങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിനാകെ മാതൃകയാകുന്ന ഒരു സ്ത്രീ, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്തരം പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും കൈകോർത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന സൂചന നൽകുന്നു. ഇത്തരത്തിലെല്ലാം ഈ അമ്മയുടെ ജന്മദിനം, ആ ഒരു ആഘോഷം, അത് സാമൂഹ്യ സേവനങ്ങൾക്കും ലോക സമാധാനത്തിനും വേണ്ടി മാറ്റിവെക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ 10,000-കണക്കിന് പേർക്കാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ വഴി വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. ശരി, സുധീഷ് അമൃതപുരി ഉത്സവ തിമിർപ്പിലാണ്. സുധീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.